വീട്ടുപേര് 0, അച്ഛന്റെ പേര് XYZ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിയായ വോട്ടർമാർ തന്നെയാണ് എന്ന് BJPക്ക് ബോധ്യമുണ്ടോ? 5 വർഷം കൊണ്ട് 31 ലക്ഷം പേര് പുതുതായി ചേരുന്നു. അതേ സംസ്ഥാനത്ത് 5 മാസം കൊണ്ട് 40 ലക്ഷം പേർ ചേരുന്നു. അങ്ങനെ ഒരു ചേർക്കലുണ്ടോ? അതെന്തൊരു ചേർക്കലാണ്? മഹാരാഷ്ട്രയിലെ വോട്ടർമാർ കൂടുതലായി വൈകുന്നേരം പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണോ 5 മണിക്ക് ശേഷം മാത്രം 76 ലക്ഷം പേർ വോട്ട് ചെയ്തത്? ചോദിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചിട്ട് പ്രധാനമന്ത്രിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വരുമ്പോ ഒരു ബോംബുമായിട്ട് വരണ്ടേ? മഹാദേവ്പുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ, അത് ആ ഡാറ്റ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് BJPയുടെ നിലപാട്. ശരിയല്ലേ? താങ്കൾ പറഞ്ഞതിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് വീട്ടുപേര് 0 വന്നിട്ടിരിക്കുന്നതും അച്ഛന്റെ പേര് A to Z ABCD എന്നിട്ടിരിക്കുന്നതും അടക്കമുള്ളതെല്ലാം ശരിയായ വോട്ടർമാരാണ്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണ്. ശരിയായ വോട്ടർമാരുടെ ലിസ്റ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് കൊടുത്തത്. ആളുകളുടെ വീട്ടുപേര് 0 എന്നാവാം, അച്ഛന്റെ പേര് XYZ എന്നാവാം. അതൊക്കെ വളരെ സ്വാഭാവികമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ? അല്ലല്ല നിഷ അതിലേക്ക് കൊണ്ടുപോകാതെ ഞാൻ അതിലേക്ക് വരാം. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഒരു വശം മാത്രമാണ് താങ്കൾ പറഞ്ഞത്, അത് മുഴുവൻ ഞാൻ കേട്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ രണ്ടാം വശത്തെ കുറിച്ച് താങ്കൾ പറയുന്നില്ലല്ലോ. പറഞ്ഞിട്ടില്ല. വീട്ടുപേര് 0, അച്ഛന്റെ പേര് XYZ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിയായ വോട്ടർമാർ തന്നെയാണ് എന്ന് BJPക്ക് ബോധ്യമുണ്ടോ? ചെയ്താനും കടലിൽ നടക്കായല്ലോ. ഇല്ല, ബോധ്യമില്ല. ഞങ്ങൾ എന്തിനാ അതിനകത്ത് ബോധ്യപ്പെടേണ്ട കാര്യം? അപ്പൊ ആ ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ട് എന്ന് BJPക്ക് ബോധ്യമുണ്ട് അല്ലെ? അതെ. അപ്പൊ വോട്ടർ പട്ടികയിൽ അദ്ദേഹം ഇന്നലെ കാണിച്ച വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് BJPക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ ബീഹാറിൽ ഉൾപ്പെടെ, അതുകൊണ്ടാണല്ലോ ബീഹാറിൽ ഉൾപ്പെടെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പരിപാവനമായ ഭരണഘടനാ സ്ഥാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് മര്യാദയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്? ശ്രീ യുവരാജ് ഗോകുൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിയോജിപ്പുണ്ടെങ്കിൽ ഒരു വാർത്ത, ഞാനൊരു ഉരുളലുമല്ല, എന്റെ ചോദ്യം ചോദിക്കാൻ അമ്മൂമ്മയുടെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനത്തിലൂടെയോ വാർത്താക്കുറിപ്പിലൂടെയോ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സംശയങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് മറുപടി പറയാം എന്ന് താങ്കൾ യുവരാജ് ഗോകുൽ കാണിക്കുന്ന ആർജവം പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാവും? നിഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയുള്ള വാർത്തകൾ ഞാൻ വായിച്ചു തരാം. 3 യൂത്ത് കോൺഗ്രസ് വർക്കേഴ്സ് അറസ്റ്റഡ് ഫോർ യൂസിംഗ് ഫേക്ക് വോട്ടർ IDs ഡ്യൂറിംഗ് ലോക്കൽ പോൾസ്. 22 നവംബർ. ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് യൂത്ത് കോൺഗ്രസിലേക്ക് പോവാതെ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്, വഴിയെ പോയാലുമല്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, നേരിയ മാർജിനിൽ ഭരിക്കുന്ന ഒരു സർക്കാർ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് സോഴ്സസ് എന്ന് പറഞ്ഞത് കൊടുത്തോളൂ, സോഴ്സസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അയച്ചിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കാതെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞുകൂടാ? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രസ്താവന താങ്കൾ വായിക്കും, ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ തന്നെ ഉണ്ട്. നിഷേധത്തൊന്ന് വായിച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രസ്താവനയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ എന്ന് സ്വയം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഞാൻ വായിച്ചു തരാം. അദ്ദേഹം അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഞാൻ വായിച്ചു തരാം. ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല, ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. സെന്റൻസുകൾ ഞാൻ വായിച്ചു തരാം താങ്കൾക്ക്. അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിന്റെ പരിപാലനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആവണം ശ്രീ യുവരാജ് ഗോകുൽ ആദ്യം. അതിനുശേഷമാണ് ഈ പരിപാലനത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ യുവരാജ് ഗോകുൽ, BJP ഇതിൽ വൈകാരികമായിട്ട് ഒരു കാര്യമില്ല. ചോദ്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ്. അപ്പൊ പിന്നെ BJP ചോദിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ശ്രീ യുവരാജ് ഗോകുൽ? BJPയാണ് വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നു, ഭരണഘടനാ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നു. BJP ഇതിൽ വൈകാരികമാവേണ്ട ഒരു കാര്യവുമില്ല. ഹിന്ദുക്കളെ അപമാനിക്കുന്നു, ഇതൊക്കെ BJP പറഞ്ഞതുകൊണ്ടാണ് BJPയുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചോദ്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്.
നിഷയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ ബി ജെ പി എന്തുകൊണ്ട് വൈകാരികമാകണം എന്നുള്ള കാര്യം നിഷയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചിട്ട് പ്രധാനമന്ത്രിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തെളിവ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ വെളിവില്ലാത്ത കുറെ ആരോപണങ്ങളാണ്. ഞാനോ? നോ, ഇംപോസിബിൾ. 40 ലക്ഷം വോട്ടർമാർ കൂടിയതിനെയാണ് അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നതാണ് 1 കോടി വോട്ടർമാർ കൂടി എന്നുള്ള കാര്യം. മാത്രവുമല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ശ്രീ യുവരാജ് ഗോകുൽ. ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് 2019 മുതൽ 2024 വരെ കൂടിയത് 31 ലക്ഷം വോട്ടർമാരാണ്. 5 വർഷം കൊണ്ട് കൂടിയത് 31 ലക്ഷം വോട്ടർമാർ. 5 മാസം കൊണ്ട് കൂടിയത് 40 ലക്ഷം ആണെങ്കിൽ പോലും അതിൽ അസ്വാഭാവികത ഇല്ലേ ശ്രീ യുവരാജ് ഗോകുൽ? ഇല്ല, അസ്വാഭാവികത ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിഷ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ 10 വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ പോലും ആ ജമ്പ് കാണാൻ വേണ്ടി സാധിക്കും. അത് ഭയങ്കരം തന്നെ. കാരണം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്നാലും അങ്ങനെ ഒരു ചേർക്കലുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? 5 വർഷം കൊണ്ട് 31 ലക്ഷം പേര് പുതുതായി ചേരുന്നു. അതേ സംസ്ഥാനത്ത് 5 മാസം കൊണ്ട് 40 ലക്ഷം പേർ ചേരുന്നു. അങ്ങനെ ഒരു ചേർക്കലുണ്ടോ? അതെന്തൊരു ചേർക്കലാണ്? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. അല്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ അതിനുള്ള കേഡർ സംവിധാനം ഉണ്ടെന്ന്. നിങ്ങൾ അതിനകത്ത് അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇന്ത്യ ഒട്ടുക്ക് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നീണ്ടു കിടക്കുന്ന അതിഗംഭീരമായ ഒരു കേഡർ സർവീസ്, കേഡർ നെറ്റ്വർക്ക് ഞങ്ങൾക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾക്ക്. 5 മാസം കൂടി 5 മാസം മുമ്പ് ആ എക്സസൈസ് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഘടകകക്ഷികളെ ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യം പോലും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് BJP-യുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരായിരുന്നല്ലോ. 5 മാസം. തീർച്ചയായിട്ടും നിഷ, അങ്ങനെ തന്നെയാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത്. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. ശ്രീ യുവരാജ് ഗോകുൽ, മഹാരാഷ്ട്രയിലെ വോട്ടർമാർ കൂടുതലായി വൈകുന്നേരം പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണോ 5 മണിക്ക് ശേഷം മാത്രം 76 ലക്ഷം പേർ വോട്ട് ചെയ്തത്? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. 5 മണിക്ക് ശേഷം മാത്രം നിങ്ങൾ തിരുവനന്തപുരം പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം വോട്ട് കൂടിയിരിക്കുന്നത് കാണാം. അവര് വളരെ വ്യക്തമായിട്ട് നോക്കിയതിനു ശേഷം പോളിംഗ് ബൂത്തിലേക്ക് ആളെ എത്തിക്കുന്ന പരിപാടികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വോട്ട് മറിക്കണം എന്നൊക്കെ നോക്കിയിട്ട്. അത് ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നതാണ്. ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂൻസിയുടെ കാര്യം പോലെയാണോ ഒരു സംസ്ഥാനത്തുടനീളം? 5 മണിക്ക് ശേഷം വോട്ട് ചെയ്ത ആൾക്കാർ മുഴുവൻ BJP-ക്കാര് ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞില്ല. മൈനോറിറ്റി ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. ഇതിനകത്ത് ഏറ്റവും തമാശ ശ്രീ യുവരാജ് ഗോകുൽ, ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ചോദ്യം ചെയ്യുമ്പോൾ അത് എന്നെ തന്നെയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് BJP പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താക്കളായി രംഗത്തെത്തുന്നത്? ഞങ്ങൾക്ക് ഭയമില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ആ മറുപടി മുഴുവൻ ഞങ്ങൾ പറയുന്നത്. നോക്കൂ, ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാകുന്നത് ഞങ്ങൾക്ക് ഭയമില്ലാത്തതുകൊണ്ട്. മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി മറുപടി പറയാൻ BJP ആരാണ് ചുമതലപ്പെടുത്തിയത്? ഞങ്ങൾക്ക് അത് കേട്ടിട്ട് കയ്യും കെട്ടി മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. പക്ഷെ പറഞ്ഞത് മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറയുമ്പോൾ BJPക്ക് കൊള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ശ്രീ യുവരാജ് ഗോകുൽ. ഞാൻ ചോദിക്കുന്നത്, മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല. മഹാരാഷ്ട്രയിൽ പോലും ഇതിനെ നിങ്ങളുടെ ഒപ്പം ഏതാണ്ട് കരുത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർക്കൊന്നുമില്ലാത്ത പൊള്ളൽ BJPക്ക് എന്തിനാണ് മഹാരാഷ്ട്രയെ കുറിച്ച് പറയുമ്പോൾ? ശരി, എന്തായാലും BJPക്കുള്ള ആർജവം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അവരെ കുറിച്ചാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി.